ഓക്കെ, നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് 21 ജാനുവരി 2026 വെനസ്ഡേത്തെ GBUSDയിലുള്ള ന്യൂയോർക്ക് സെഷനിലുള്ള ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ഞാൻ എടുത്തതാണ്. അതിനകത്ത് എന്താണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, അതിനകത്ത് മിസ്റ്റേക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് അത് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഡെയിലി ബയാസ്, മന്ത്ലി ബയാസും നമുക്ക് നോക്കാം. മന്ത്ലി ബയാസ് ഇതൊരു ബിയറിഷ് ബയാസാണ്. അതിൻ്റെ റീസണൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഹയർ ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ്. ഈ CRTൻ്റെ ഉള്ളിലാണ്, മന്ത്ലി CRTൻ്റെ ഉള്ളിലാണ് കറണ്ട്. മന്ത്ലി CRT ബ്രേക്ക് ചെയ്തിട്ടില്ല. മന്ത്ലി ഒരു ബിയറിഷ് ബയാസാണ്. വീക്ക്ലി ഒരു ബിയറിഷ് ബയാസാണ്. വീക്ക്ലിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹയർ ഹൈ ഉണ്ടാക്കി, ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, ദെൻ ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, തിരിച്ച് ലോവർ ലോ ഉണ്ടാക്കാനുള്ളൊരു വരവാണ്. അതിൻ്റെ CSD പുതിയ CRT ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പുതിയ CRT സ്റ്റിൽ റണ്ണിങ്ങിലാണ്. ഈ വീക്കാണ് പുതിയ CRT ക്രിയേറ്റ് ആണ്. പ്രീവിയസ് CRT ലാസ്റ്റ് വീക്ക് ക്ലോസ് ആയിരുന്നു. ഈ വീക്കിൻ്റെ ഓപ്പണിങ്ങോടെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് പുതിയ CRT വരുന്നത്. ഇതൊരു ബിയറിഷ് ബയാസാണ്. ഡെയിലി പ്രൊഫൈല്, ഡെയിലി ബയാസിലേക്ക് വരുമ്പോൾ ഡെയിലിയിലും സെയിം തന്നെ ഒരു ലോവർ ലോ, ലോ ഹൈ, ദെൻ ലോവർ ലോ, ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. അത് ഡെയിലി പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മൺഡേ ഒരു എക്സ്പാൻഷനാണ്. ട്യൂസ്ഡേ എക്സ്പാൻഡ് ചെയ്തിട്ട് കീ ലെവലെത്തി റിവേഴ്സലായി. കീ ലെവൽ ഡെയിലി റെസിസ്റ്റൻസ് ബ്ലോക്കാണ്. ദെൻ നെക്സ്റ്റ് ഡേ റിവേഴ്സൽ കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഡെയിലിയിലും ഒരു ബിയറിഷ് ബയാസാണ്. അതിനി 4 ഹവറിലേക്ക് പോകുമ്പോൾ 4 ഹവറിലേക്ക് വരുന്ന 4 ഹവറിൽ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവായിരുന്നു. ഇതാണ് ഒരു ഹൈ, ലോവർ ലോ. ഇവിടെ ഒരു MSS ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ബയാസ് ബീറിഷ് ആയതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്കുള്ള റിവേഴ്സലാന്നുള്ള രീതിയിൽ പോവുകയാണ്. ഇവിടെ ഒരു സെക്കൻഡ് കണ്ടീഷൻ MSS ആണ് ഈ വന്നേക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് ഇതിലൂടെ ഒരു MSS, ഇനി ഇവിടെ ഹൈ ഉണ്ടാക്കി തിരിച്ച് ലോ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു ഇത് വരുന്നത്. 4 ഹവറിൽ വരുന്നത്. 4 ഹവറിൽ നമുക്ക് ന്യൂയോർക്ക് സെഷനിലെ CRT ക്യാൻഡിൽ എടുക്കാം എങ്ങനെയാണെങ്കിലും. അപ്പോൾ ന്യൂയോർക്ക് സെഷനിൽ 5 AM ക്യാൻഡിലാണ്. 1 AM ക്യാൻഡിൽ എടുത്തായിരുന്നു. 1 AM ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് 5 AM ക്യാൻഡിൽ പുറത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു ഉള്ളിലേക്ക് വന്നു. നമുക്ക് ഇവിടെ ഒരു ഈ 1 AM ക്യാൻഡിലിനെ 1 AMൻ്റെ CRTനെ 5 AM മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 90% കിട്ടി. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരുന്നു. നമുക്ക് ഡെയിലിയിൽ ഒരു ബീറിഷ് ബയസ് ആയതുകൊണ്ട് ബീറിഷ് ആണ് നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ഇവിടെ ഒരു നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, ഒരു ലിക്വിഡിറ്റി ഉണ്ട്. നമുക്ക് 50 മിനിറ്റ്സിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 9:30, കൃത്യം 9:30ക്ക് നമുക്കൊരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് എത്തിയിട്ട് നമുക്കൊരു 50 മിനിറ്റ്സിൽ ഒരു മാനിപ്പുലേഷൻ കിട്ടി. ഇനി അപ്പോൾ ഇതിവിടെ OB ആയിട്ട് കിട്ടി. നമുക്ക് കൃത്യം 9:30ക്ക് ആയതുകൊണ്ടാണ് നമ്മൾ 5 AM CRT എടുക്കാൻ കാരണം. ഇല്ലെങ്കിൽ അത് എടുക്കൂലായിരുന്നു. 9:30ക്ക് നമുക്കൊരു കിട്ടിയതുകൊണ്ട് ഇവിടെ എത്തി. ഇനി നമുക്കിത് 10 മണിക്ക്, നമുക്ക് 11 മണിക്കുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു CISD ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഓക്കെ, നമുക്ക് CISD കിട്ടിയത് ഇതാ കൃത്യം 10:15 ആയപ്പോൾ CISD ആയിട്ട് ഇത് മാറി കൺവേർട്ടായി. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒരു എൻട്രി ഇടാം. ഇങ്ങനത്തെ കാര്യം കൊണ്ട് ബീറിഷ് ബയാസും ആണ് ഡെയിലിയിലുള്ളത് കൊണ്ടാണ് ഈ ട്രേഡ് എടുക്കാൻ കാരണം. ഇതെടുക്കുമ്പോൾ കറക്റ്റ് ഷോർട്ട് എടുക്കുവാണ്. ഞാനിതാ ഇവിടെയാണ് എൻട്രി ഇടുന്നത്. ഇവിടെ വെച്ചു, ഇതിൻ്റെ മുകളിൽ വെച്ചു. ജസ്റ്റ് കുറച്ച് മുകളിൽ വെച്ചു. 1:2 ആണ്. 1:2 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എങ്ങനെയാണെങ്കിലും. അപ്പോൾ ഇവിടം വരെ വന്നു കഴിഞ്ഞാണെങ്കിൽ എൻട്രി എടുത്തിട്ട് ഇവിടം വരെ വരുവാണെങ്കിൽ 1:2 ആണ്.
1:2 ആണ്. ബട്ട് ഞാൻ എൻ്റെ ഇത് വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1:2 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ട്രേഡ് ഞാൻ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ലോസ് ആയിരുന്നു. 1.2% ലോസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ 1% ഉള്ളൂ. 2% കൂടെയും 2 പോയിൻറ്റ് സംതിങ് കൂടി ആവാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഇറക്കി ഇവിടം വരെ വെച്ചു, 100 വരെ വെച്ചു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടെ 100 എത്തുമ്പോൾ നമുക്ക് TP അടിക്കും എന്നുള്ള രീതി. കാരണം എല്ലാം താഴോട്ടാണല്ലോ. നമുക്ക് നോക്കാം. നമ്മുടെ ഇത് ഇവിടെ ആയിരുന്നു കേട്ടോ, കറക്റ്റ് ഇവിടെ ആയിരുന്നേ. നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രി എടുത്തായിരുന്നു. ഇത് CST കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രി പ്ലേസ് ചെയ്തായിരുന്നു. നമ്മൾക്ക് 10:30 എൻട്രി കിട്ടിയായിരുന്നു. 10:30 എൻട്രി കിട്ടി. CRTൻ്റെ മുകളിൽ നോക്കാം എന്തായിരിക്കുന്നത്. താഴോട്ട് വന്നു. ഓക്കെ, നമ്മൾക്ക് ഇവിടെ 1:2 ഇവിടെ കിട്ടി. 1:2 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തത് കണ്ടായിരുന്നല്ലോ ഈ ലൈന്. 1:2 ഇവിടെ കൃത്യം 12:45 ആയപ്പോൾ കിട്ടി. നല്ലൊരു സമയമായിരുന്നു 12:45. പക്ഷെ ഞാൻ ഇവിടേക്ക് വെച്ചത് കൊണ്ട് ഞാൻ എന്നാൽ വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും എന്നുള്ള രീതിയിൽ 12:45 വെച്ച് ഞാൻ ഇവിടെ വരുമെന്ന്. വേണമെങ്കിൽ എനിക്ക് അപ്പോൾ വീണ്ടും എടുത്ത് 2% തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. 12:40 ഇവിടെ 2.49 എൻ്റെ മൊത്തത്തിലൊന്ന് സെറ്റായി കിട്ടുമല്ലോ, മാർക്ക് കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ബട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. വീണ്ടും അത് ഓക്കെ, ഇതല്ലായിരുന്നു കേട്ടോ 1:2. ഓക്കെ, ഇവിടെ ആയിരുന്നു എനിക്ക് എൻ്റെ ഇതിനകത്ത് കണക്കിൽ കറക്റ്റായിട്ട് വരുന്നത് 2% വരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഞാൻ സെറ്റ് ചെയ്തത്. അതിനനുസരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ എമൗണ്ട് കറക്റ്റായിട്ടുള്ള എവിടെ നിന്ന് എടുത്തതെന്നുള്ളതൊന്ന് നോക്കട്ടെ. എൻട്രി ഇട്ടേക്കുന്നത് 390 4.390. ഓക്കെ, ഇത് ചെറിയ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഓക്കെ. ഇവിടെ നിന്നാണ് എൻട്രി വന്നത്. SL ഇട്ടേക്കുന്നത് 6:1 TP വെച്ചത് ഞാൻ 0.39 ഇതായിരുന്നു ഞാൻ വെച്ചത്. ഇവിടെ എത്തുമ്പോൾ ഇതായിരുന്നു 1.2%. ഇതൊക്കെ ഇങ്ങനെയായിരുന്നു. 1.2% കണ്ടില്ല, 1.2% കറക്റ്റ് ഇവിടെയായിരുന്നു. ഇവിടം വരെ എത്തിയായിരുന്നു. പക്ഷേ ഞാൻ 3.9 വെച്ചത് കൊണ്ട് 3.9 വെച്ചുകൊണ്ട് അവിടെ എത്തിയില്ല. എനിക്ക് പിന്നെ ഓരോ സമയം ഉണ്ടായിരുന്നു അവിടം വരെ എത്തിക്കാൻ വേണ്ടി 1:2 എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയായിരുന്നു. ബട്ട് പിന്നെ അത് മേലോട്ട് പോയി. പിന്നെ മേലോട്ട് പോയിട്ട് ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഈ സമയമായപ്പോൾ 5:15 ആയപ്പോൾ ഇവിടെ ഒരു ന്യൂസ് വന്നപ്പോൾ സ്പ്രെഡ് കൂടുതൽ വന്നു. ഞാൻ അപ്പോൾ ബ്രേക്ക് ഈവൻ ഇട്ടായിരുന്നു. ബ്രേക്ക് ഈവൻ ഇവിടെയായിരുന്നു ഇട്ടത്. ബ്രേക്ക് ഈവൻ ഇട്ടപ്പം ന്യൂസ് വന്നത് കൊണ്ട് ഇത് വന്ന് സ്പ്രെഡിൻ്റെ സൈസ് കൊണ്ട് ഇത് വന്ന് ക്ലോസ് ആയിപ്പോയി. എനിക്കപ്പം ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് ഇവിടം വരെയാണ് എത്തിയേക്കുന്നത്. സ്പ്രെഡ് ഇവിടെ വരെ വന്നുള്ളൂവെങ്കിലും
ബട്ട് സ്പ്രെഡ് വന്നായിരുന്നു. സ്പ്രെഡ് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സ്പ്രെഡ് വന്നപ്പോൾ എനിക്ക് ഇത്രയും മുകളിലേക്ക് കയറി വന്ന് 150 200 സംതിങ്ങിൻ്റെ വ്യത്യാസത്തിലാണ് സ്പ്രെഡ് വന്നത്. ഓട്ടോ ക്ലോസ് ആയിപ്പോയി സ്പ്രെഡ് വന്നതുകൊണ്ട്. ഇല്ല, അന്ന് ബ്രേക്ക് ഈവനിൽ ക്ലോസ് ആയി. എനിക്ക് $100 അടുത്ത് മൈനസ് വന്നു. 0.1% മൈനസ് വന്നു. ലോസിലായിരുന്നു ഞാൻ, ബ്രേക്ക് ഈവനിലായിരുന്നു ക്ലോസ് ചെയ്തത്. ലോസ് തന്നെ ആയിരുന്നു ക്ലോസ് ചെയ്തത്. ഇതൊരു മോശം ട്രേഡായിരുന്നു എൻ്റെത്. കാരണം 1:2 ആയിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ക്ലോസ് ആയി പോകേണ്ടതായിരുന്നു. ക്ലോസ് ആയിപ്പോൾ TP അടിച്ച് ക്ലോസ് ആവേണ്ട ഒരു ട്രേഡായിരുന്നു ഇത്. ഈ തെറ്റ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. എന്നാൽ ഇനി മുതലുള്ള ട്രേഡിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇനി ഇത് ആവർത്തിക്കില്ല. ശരി, നിങ്ങളും ഇത് ആവർത്തിക്കരുത്. കാണുന്നുണ്ടെങ്കിൽ ആവർത്തിക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുക. താങ്ക് യു.